ഇപ്പോൾ എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. അതെ, അതാ ഞാൻ പറഞ്ഞത്. അതിപ്പോൾ ആധികാരികമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ അവർ പൊതുവെ പത്രത്തിൽ വാർത്തയിൽ കണ്ടത് അവർ വരുന്നില്ല എന്നാണ്. വരുന്നില്ല എന്നതിൻ്റെ അകത്ത് തന്നെ UDF പൂർണ്ണമായ യോജിപ്പല്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിൽ വ്യത്യസ്തതകളുണ്ട്. പക്ഷേ ഒരു മുന്നണി എന്ന രീതിയിൽ അവരിപ്പോഴും വരുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ചെയ്തിട്ടുള്ളത് ഇന്ത്യയിലെല്ലാ BJP-യേതര മുഖ്യമന്ത്രിമാർക്കും ഇപ്പോഴും തന്നെ കത്ത് ഈ ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള കടന്നാക്രമണമാണ് കേന്ദ്ര ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള വിഷയം, അതിൻ്റെ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഇപ്പോൾ കത്ത് നൽകിയിട്ടുണ്ട്. അവരുടെ എല്ലാ സഹായം ഉദ്ദേശിക്കുന്നുണ്ട്. അത് നേരത്തെ കൊടുക്കുന്നതിന് മുമ്പേ പത്രത്തിലെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ വാർത്ത എന്ന രീതിയിൽ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് പ്രതിപക്ഷം. ഇതിപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ് എന്ന് പറയുന്ന അർത്ഥം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകേണ്ടുന്ന ആനുകൂല്യങ്ങളല്ലേ നൽകാൻ സാധിക്കാതിരിക്കുന്നത്. ഇപ്പോൾ പെൻഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുവേണ്ട ഒരു പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ DA കൊടുക്കുക എന്നുള്ളത് പ്രഖ്യാപിതമായൊരു നിലപാടാണ് ഗവൺമെൻറ്റിൻ്റെ, അനുവദിക്കാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായ ഉത്തരമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന കൃത്യമായിട്ടുള്ള വിഹിതം അതിന് അവകാശപ്പെട്ടതാണ്. ആ അവകാശപ്പെട്ട വിഹിതം തരുന്നില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 64,000 കോടി രൂപ കുടിശ്ശിക ഉൾപ്പെടെ തരാൻ ബാക്കിയാണ്. അത് വെച്ചുകൊണ്ടുള്ള അതിശക്തിയായിട്ടൊരു സമരത്തിലേക്കാണ് ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് കേരളത്തിലാകുകയും മറ്റ് പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഡൽഹിയിലും കേരളത്തെ ആകെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ പോകണം എന്നായിരുന്നു തീരുമാനിച്ചതെങ്കിലും അതിനിപ്പോഴും നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു യോജിച്ച സമരത്തിന് രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കാവില്ല എന്നാണ് കൃത്യമായ പച്ച മലയാളം. രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് യോജിച്ച് മുന്നോട്ടേക്ക് വരാനാവുന്നില്ല. അപ്പോൾ നിങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമല്ല, നിങ്ങളുടെ രാഷ്ട്രീയമായ ഉന്നാണ്. ഇതാണ് പ്രതിപക്ഷ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം. ജനങ്ങളോടൊപ്പം നിൽക്കാൻ അവർക്കാവുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തതയോടുകൂടി അവർക്ക് പരസ്യമായിട്ട് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. രണ്ടാമത്തെ പ്രശ്നം, ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് കടുത്ത തിരച്ചടി ഏൽപ്പിക്കും. എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ന്യൂസ്